ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന കൊടുമ്പ് ആൽത്തറ ജംഗ്ഷനാണ് കേട്ടോ. വരുന്നത് പാലക്കാട് നിന്നുള്ള റോഡാണ്. ഈ പോകുന്നത് ചിറ്റൂരിലേക്ക്, നേരെ ഡയറക്റ്റ് ചിറ്റൂരിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമ്മൾ ഈ സ്കൂട്ടി പോകുന്നത് ഓലശ്ശേരി പോകുന്ന റോഡാണ്. അപ്പോൾ ഓലശ്ശേരിക്ക് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ജംഗ്ഷൻ എന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇവിടുന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. കണ്ടോ, പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. പലരും നമ്മളോട് അന്വേഷിക്കാറുണ്ട്, പാടശേഖരങ്ങളോട് ചേർന്ന് നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ വീടുകളുണ്ടോ, എപ്പോഴെങ്കിലും വന്ന് താമസിക്കാനും. പലരും പ്ലോട്ടുകൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ 13 സെൻറ്റ് സ്ഥലവും കിട്ടും, അതിലൊരു ടൈൽ വീട്, ഓട് വീട് നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ കിണറുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല കായ്ഫലമുള്ള ഒരു 5-6 തെങ്ങുണ്ട്, മാവുണ്ട്, എല്ലാം ചേർന്ന പ്രോപ്പർട്ടിയാണ്. ഇതിൽ ടോട്ടൽ 16 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. നമുക്ക് 13 സെൻറ്റ് സ്ഥലം, ഫ്രണ്ടിൽ നിന്ന് നമുക്ക് 13 സെൻറ്റ് സ്ഥലം കിട്ടും. ബാക്കിലുള്ള കുറച്ച് 3 സെൻറ്റ് സ്ഥലം അവർ എടുക്കുകയും ചെയ്യും. അതിലവരുടെ കുടുംബക്ഷേത്രത്തിൻ്റെ വിളക്ക് വെക്കാനുള്ള സ്ഥലമുള്ളതുകൊണ്ട് തൊട്ടടുത്ത വീട് അവരുടെ തന്നെയാണ്. അപ്പോൾ അവർ ആ ഭാഗത്തൊരു 3 സെൻറ്റ് എടുക്കണ്ട. നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് ഉള്ള, എല്ലാ തെങ്ങും നല്ല കായ്ഫലമുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കണ്ടാൽ നമുക്കറിയാം, ഇവിടെയൊക്കെ നമുക്ക് ചെറിയൊരു കുട്ടിമതിലൊക്കെ ഇട്ടിട്ട് കണക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വ്യൂ ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അല്ലേ, ഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളത് സൂപ്പർ വ്യൂ ആണ്. അപ്പോൾ അവിടെയൊക്കെ ഇവിടെ എല്ലാം കൊയ്ത്ത് കഴിഞ്ഞു, അവിടെ നാറ് പാകി വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം 12 വട്ടമുള്ള നല്ല വലിയ കിണറാണ്, വറ്റാത്ത കിണർ. അതും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഓട് വീടും ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ മതിലിപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഈ മതിൽ കണ്ട്, ഈ തൊട്ട വീടിൻ്റെ അവിടെ ഒരു ചെറിയൊരു നടവഴി മാത്രം അവരവിടെ കൊടുക്കും. അവർക്ക് ആൾറെഡി അപ്പുറത്തെ റോഡിൽ നിന്ന് കയറാനുള്ള ആക്സസും ഉണ്ട്. ഒരു സിമെൻറ്റ് റോഡിൽ നിന്നാണ്, കോൺക്രീറ്റ് റോഡിൽ നിന്നാണ് നമ്മൾ നേരെ വീട്ടിലോട്ട് കയറുന്നത്. ബസ് റൂട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 100 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളൂ. കണ്ടില്ല, എല്ലാ തെങ്ങിൻ്റെയും മേൽഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നല്ല കായ്ഫൽ, പ്രത്യേകിച്ച് മരുന്നോ കാര്യമോ ഒന്നും കൊടുക്കാതെ തന്നെ നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ 2-3 മാവുണ്ട്. ഈ ഒരു സൈഡ് മൊത്തം, വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് പറയുമ്പോൾ മൊത്തത്തിൽ നമുക്ക് പാടത്തിൻ്റെ വ്യൂ കിട്ടാനുള്ള ഓപ്ഷനും ഇവിടെ നമുക്കുണ്ട്. അല്ല, ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കൊടുമ്പ് ആൽത്തറ ഭാഗത്തു നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഒലോക്കോട് ജംഗ്ഷനിൽ നിന്ന് 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഞാനിപ്പോൾ എല്ലാത്തിൻ്റെ ഏകദേശം മണ്ണ് എല്ലാം നല്ല കായ്ഫലമുള്ള തെങ്ങാണ് കേട്ടോ. അതുപോലെ ലുലുമാളിൻ്റെ അവിടെ നോക്കുമ്പോൾ നമുക്ക് 8 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ചെറിയ തെങ്ങാണ്, പക്ഷെ നന്നായി കായ്ച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളിപ്പോൾ 4-5 തെങ്ങിൻ്റെ എടുത്തു. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു 6 തെങ്ങോളം ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ കോമൺ ആയിട്ടുള്ള വാഷ്റൂം വെളിയിലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചൊന്ന് റിനോവേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ വീട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇപ്പോൾ ചിലവർ സ്ഥലം എടുത്ത് വീട് വയ്ക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് നല്ല അടിപൊളി വ്യൂവിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു പ്ലോട്ടാണ്. അപ്പോൾ അതിന് ഫുള്ള് പറമ്പാണ് കേട്ടോ, നിലമല്ല, ഫുൾ പറമ്പ് തന്നെയാണ്. അതുപോലെ ഇവിടെ ഫ്ലഡിൻ്റെ ഏരിയോ കാര്യമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, ഒരു പ്രോബ്ലം ഇല്ലാത്ത നല്ല ഏരിയയാണ്. ഇതുണ്ട് അവരുടെ കുടുംബക്ഷേത്രത്തിൻ്റെ ചെറിയ ഇതുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വീട്ടിൽ ആൾ താമസമില്ല. ഇതിനകത്ത് 2 ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ ഒരു വരാന്തയുണ്ട്, പിന്നെ ഒരു ഹാള്, ചെറിയൊരു ഹാളുണ്ട്, ഡൈനിങ് ഹാള്, കിച്ചൺ, ഇങ്ങനെ എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ടുള്ള പോർഷൻ വരുന്നത്. ഇതാണ് ബൗണ്ടറി വരിക. ഈ തെങ്ങിൽ നോക്കിയാൽ അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ. പലരും വീഡിയോയിൽ ചോദിക്കാറുണ്ട് എന്തിനാ എല്ലാ തെങ്ങിൻ്റെ മണ്ട എടുക്കാം. അപ്പോൾ ആകെ ഒരു 5-6 തെങ്ങേ ഉള്ളൂ. അത് നല്ല കായ്ഫലമുണ്ട്, പ്രത്യേകിച്ച് മരുന്നൊന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ കായ് തരുന്ന തെങ്ങുകളാണ് ഉള്ളതെല്ലാം കേട്ടോ. കണ്ടില്ലേ, നമുക്ക് റോഡിൽ നിന്ന് വെറും 100 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ടോട്ടൽ ഇതിൻ്റെ പ്രോപ്പർട്ടി. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ മതിലിനോട് ചേർന്ന് ചെറിയൊരു നടവഴി അവരെടുക്കും. നല്ല വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നോക്കാം. കയറുമ്പോൾ തന്നെ ചെറിയൊരു ചെറിയൊരു ഹാളുണ്ട്. ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ളതാണ്, ആസ്പെറ്റോസ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത് എക്സ്ട്രാ അവർ ഇറക്കിയത് പോലെ ഉണ്ട്, കാരണം പഴയ ഓട് വരയ്ക്ക് അത് വരയ്ക്കേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് നമുക്കൊരു ബെഡ്റൂം ഇവിടെ കാണുന്നുണ്ട്. ഇതൊരു ബെഡ്റൂം. വീടിനടുത്ത അത്യാവശ്യം പണിയുണ്ട്, പക്ഷേ വീടിൻ്റെ വില അവർ പറഞ്ഞിട്ടില്ല. സ്ഥലത്തിൻ്റെ റേറ്റ് വെച്ചിട്ടുള്ള പ്രൈസ് തന്നെ അവിടെ അവർ ചോദിച്ചിട്ടുള്ളൂ, അതും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇതൊരു ബെഡ്റൂം ഉണ്ട്. അടുത്തുള്ള ബെഡ്റൂം നമുക്ക് ഡോർ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അത് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടി വരും.
അടുത്ത് തന്നെ വലിയൊരു അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു ഹാള്, കിച്ചൺ. ഈ വീട് വന്നിട്ട് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ടോട്ടൽ പ്രോപ്പർട്ടി. ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക, കോൾ ചെയ്യുക. നമ്മൾ അതിനുള്ള ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ടാവും. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയുകയാണെങ്കിൽ ഒലോക്കോട് ജംഗ്ഷനിൽ നിന്ന് 12 കിലോമീറ്റർ പറഞ്ഞു. അതുപോലെ തന്നെ KSRTC നിന്നും BPL കൂട്ടുപാതയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസോളം വരുന്നുണ്ട്. അതുപോലെ ലുലു മാളിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ചിറ്റൂർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 9 കിലോമീറ്റർ ഡിസ്റ്റൻസോളം വരുന്നുണ്ട്. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ 41 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ 68 കിലോമീറ്റർ ഡിസ്റ്റൻസും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ നമ്മളവരെ കണക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.